ഹലോ ഗൈസ്, നമ്മളിൽ നിന്ന് കുറച്ച് ഞാവൽപ്പഴം ഉണ്ട്. ഇത് വെറുതെ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ചവർപ്പാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ചായ മാറ്റിയിട്ട് കഴിച്ചു നോക്കിയാലോ? ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം തന്നെ ഉപ്പിടാം. നമ്മളിൽ 25 ഞാവൽപ്പഴമാണുള്ളത്. ഈ ഒരു 25 ഞാവൽപ്പഴത്തിന് ഒരു എത്ര ഉപ്പ് മതിയാവും പ്രതീക്ഷിക്കാം. അപ്പൊ ആദ്യം ഉപ്പ് നമുക്ക് ഉപ്പിടാം. അതിനുശേഷം മുളക് പൊടി, ചില്ലി പൗഡർ എന്ന് പറയും. ചില്ലി പൗഡർ ഇത്ര എടുത്തിടാം. ഏകദേശം കാണുന്നുണ്ടോ അറിയില്ല, നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം. നമ്മൾ 25 ഞാവൽപ്പഴം അനുസരിച്ച് ഇടുന്നതാണ്. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ സീനാണ്. ഓക്കെ, ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഗൈസ്, ഉപ്പും മുളക് ഇട്ടിട്ടുള്ള ഞാവൽപ്പഴി പാത്രത്തിനകത്തുണ്ട്. അപ്പോൾ ഈ പാത്രത്തിന്റെ അടപ്പ് ടൈറ്റായി വെച്ചിട്ട് നമുക്കിത് കുലുക്കണം എങ്ങനെയാണ് കാണിച്ചത്. ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ കുലുക്കണം. ഗൈസ്, ഈ മുളക് കണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. ദിസ് ഈസ് കാശ്മീർ ചില്ലി പൗഡർ. കളർ ഉണ്ടാവും, എരിവുണ്ടാവില്ല. നോട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഇനി ഇത് കഴിച്ചു നോക്കാം. കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഡോണ്ട് വെറി. അടിപൊളി ഗൈസ്. ഇത് മുന്നത്തെ വെച്ച് കമ്പയർ ആക്കുമ്പോൾ ഇത് സെറ്റ് സാധനം. നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ ഉപ്പും മുളക് ഉണ്ടെങ്കിൽ ഉറപ്പായി ഞാവൽപ്പഴം വാങ്ങിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കണം. വേറെ ലെവൽ. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസ് വേണമെങ്കിൽ കമന്റിൽ പറയുക. അത് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ